വിയറ്റ്നാമിലെ ഏറ്റവും പുരാതനമായ പട്ടണങ്ങളിലൊന്നായ ഹ്യൂവേയിലാണുള്ളത്. ന്യുവാങ് രാജാക്കന്മാരുടെ പഴയ തലസ്ഥാനമാണ് ഹ്യൂവേ. ഒരുപാട് കാഴ്ചകളുള്ള നഗരം. സൈക്ലോ ടൂറാണ് അതിലൊന്ന്. നമ്മുടെ നാട്ടിലെ റിക്ഷ പോലെയുള്ള ഒരു സംവിധാനമാണ്. ഇവർ തന്നെ ചവിട്ടി ഈ പട്ടണം മുഴുവൻ നമ്മളെ ചുറ്റിക്കാണിച്ച് തിരിച്ചു വരും. City tour, 1 hour, compared to Vietnam money. How much? 20 Thai dong for 1 kilo. ഹെൻറിയാണ് നമ്മളെ ഈ പട്ടണമൊക്കെ കാണിക്കാൻ പോകുന്നത്. Today we do the local food. Yeah, the famous food in Hue. Because Hue the old capital of the Vietnam. ഹ്യൂവയുടെ രുചികരമായ ഭക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞാണ് ഹെൻറി നമ്മളെ കൊതിപ്പിക്കുന്നത്. അങ്ങനെ നമ്മളൊരു സിറ്റി ടൂറിൽ ഈ സൈക്കിളിൽ നമ്മൾ ഈ നഗരം ചുറ്റി കാണാൻ പോവുകയാണ്. ഹ്യൂവേ സിറ്റി സെന്ററിലൂടെയാണ് നമ്മളിപ്പോ ഈ സൈക്ലോയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡിന് ഇരുവശവും നിരവധി റെസ്റ്റോറന്റുകളുണ്ട്. ഭക്ഷണമാണ് ഹ്യൂവയിലെ ഒരു പ്രധാന ആകർഷണം. ഹ്യൂവയുടെ പരമ്പരാഗത ഭക്ഷണങ്ങൾ കഴിക്കാനാണ് നമ്മളുടെ ഈ യാത്ര. This over here is a local delicacy, very popular here, grapefruit salad or pomelo salad. ഇത് നമ്മുടെ നാട്ടിലെ കമ്പിളി നാരങ്ങ എന്ന് പറയും. അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഫുഡായിട്ട് മാറുന്നത്. Rice crackers and a spoon. Scoop it like this. Eat the whole thing together. പുളിയും നമ്മുടെ അരി സ്നാക്സിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക രുചിയാണ്. നമ്മുടെ കമ്പിളി നാരങ്ങ കൊണ്ടുള്ള പൊമലോ സാലഡും അതിനുശേഷം നമ്മുടെ ഏതാണ്ട് ഇടിയപ്പം പോലെയുള്ള വെമിസെല്ലിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, ഇതൊരു സ്റ്റാർട്ടർ മാത്രമാണ്, ഇനിയും വരാനിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പൊതുനിരത്തിൽ വൃത്തികേടാക്കി ഇടുക എന്നത്. നമ്മൾ ഈ നഗരത്തിൽ നോക്ക്, രാത്രിയിൽ അവർ ശുചീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിയറ്റ്നാമിൽ എവിടെ നോക്കിയാലും നല്ല തെരുവുകളാണ്. എവിടെ ചെന്നാലും ഇവിടുത്തെ കോർപ്പറേഷൻ്റെ വണ്ടി എത്തി രാത്രിയിൽ സ്ത്രീകളടക്കമുള്ളവർ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോവുകയാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ട് വളരെ ഉല്ലസിച്ച് നടക്കുന്ന രാത്രിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ തെരുവിൻ്റെ രണ്ട് വശങ്ങളിലും ഒരുപാട് കടകളുണ്ട്. പ്രധാനമായും ഭക്ഷണങ്ങളാണ്. പല വെറൈറ്റിയിലുള്ള ഭക്ഷണങ്ങൾ കിട്ടും. നേരത്തെ നമ്മൾ വെജിറ്റേറിയൻ ആണ് കണ്ടതെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ നോൺ വെജിറ്റേറിയൻ ഹോട്ടലിലേക്കാണ് വരുന്നത്. ഇവിടെ എന്തൊക്കെയാണ് ഡിഷസ് എന്ന് നോക്കാം. Vegetable. This one here, the green mango, cucumber, pork. And when you roll, make sure that it's tight. പോർക്കിന്റെ വിവിധ വിഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. തീന്മേശ നിറയെ സാധനങ്ങളായിരുന്നു. ഒരുപാട് പേർ രാത്രികാലങ്ങളിൽ എത്തുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നോൺ വെജിനാണ് ഏറെ തിരക്കുള്ളത്. ഇനി നമ്മളൊരു കാപ്പി കുടിച്ചുകൊണ്ട് നമ്മുടെ ഫുഡ് റൈഡ് അവസാനിപ്പിക്കുകയാണ്. ഹുവയിൽ നിന്നും നിഖിൽ ജോസഫിനൊപ്പം ബിരിൽ, മാതൃഭൂമി ന്യൂസ്.